അല്ലേ ആത്മഹത്യ പുള്ളി നമ്മുടെ ഷോപ്പിലെ ഡിസ്ട്രിബ്യൂട്ടർ വീട് കോഴിക്കോടാണ്. അപ്പോൾ 4 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി അങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളതാണ്. അങ്ങനെ ഇതിനകത്ത് പോയി നിൽക്കും. ഇങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു പോലീസ് പോയി കംപ്ലൈന്റ് ചെയ്യാനൊക്കെ. അപ്പോൾ പുള്ളി സംസാരിച്ചില്ല. പുള്ളി ആകെ ഡൗൺ ആയിരിക്കും. എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ കേരളത്തിൽ ഫുള്ള് ഇതായിരുന്നു ചർച്ച. ബസ്സിൽ വെച്ചുണ്ടായ വിഷയം. ആ പുള്ളി ഇന്ന് ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടുകാരെ പറ്റി ചിന്തിക്കുക, നിങ്ങളുടെ മക്കളെ പറ്റി ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിനെ പറ്റി ചിന്തിക്കുക. ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോരുത്. ഇങ്ങനെ ഒരു പീറ പെണ്ണ് ഒരു പീറ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഒരിക്കലും ഒരാണ് ആത്മഹത്യ ചെയ്യാൻ പോകരുത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് നമ്മുടെ ഭാഗത്താണ്. നമുക്ക് എന്തോരം വഴികളുണ്ട്. ശരിയാണ്, നമ്മൾ ആണാണ്, നമുക്ക് പെണ്ണുങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ അത്രയും ഒരു മാന്യത ഒരു തുള്ളി പോലും ഇവിടെ കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും നമ്മൾ ആത്മഹത്യ ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾ ആത്മഹത്യ ചെയ്ത കാരണം ആർക്കാണ് പോയത്? നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും. അവള് സുഖിക്കും. അവൾ ഇനി സുഖിച്ച് നടക്കും. അവൾ ഇനി അടുത്ത വീഡിയോ എടുക്കും, അടുത്ത ആണിനെ കൊല്ലും. ഇവിടുത്തെ ഒരു നിയമങ്ങളും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കത്തില്ല. ഉള്ള കാര്യം പറയുക. ഒരാണിന് പോലും സപ്പോർട്ടായിട്ട് ഒരു നിയമവും നിൽക്കാൻ പോകുന്നില്ല. ഇതിപ്പോ രണ്ടാമത്തെയാണ്. നമുക്കറിയാത്ത എത്ര വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഈ വർഷം തന്നെ ഇത് രണ്ടാമത്തെ. അപ്പൊ നമുക്കറിയാത്ത എത്ര കാര്യങ്ങൾ ഇപ്പൊ ഉണ്ടായിട്ടിരിക്കും. ഒന്ന് ചിന്തിക്ക്. കുറച്ച് മൂള. ഒരിക്കലും നമ്മൾ ആത്മഹത്യ ചെയ്യരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് പോണം. ആദ്യം ഇങ്ങനത്തുള്ള അവളുമാരെ പിടിച്ച് നോക്കി തെരഞ്ഞു പിടിച്ചിട്ട് അവളുമാർക്കുള്ള ശിക്ഷ കൊടുക്കണം. ഒരുപാട് വിഷമമുണ്ട്. ഒരുപാട് വിഷമം.